മൂന്നാം മോദി മന്ത്രിസഭയുടെ മറ്റേ ഒരു ഫാസിനേഷൻ, അതായത് വിഷണറി ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആ മന്ത്രിസഭയ്ക്കകത്ത് കാര്യമായിട്ട് പ്രശ്നമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി BJPക്കകത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം മന്ത്രിസഭയുടെ ഏകദേശം പ്രധാനപ്പെട്ട 2ഓളം ബില്ലുകൾ പാർലമെന്റിൽ കൊണ്ടുവരുന്നു, അത് വിഡ്രോ ചെയ്യുന്നു. മനസ്സിലാക്കുക, ഓരോ ബില്ലും വരുന്നത് ക്യാബിനറ്റിൽ പോയി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും ഒക്കെ പോയിട്ടാണ് ഈ ബില്ലുകളൊക്കെ വരുന്നത്. അപ്പം ഗവൺമെന്റിന് ഈ ബില്ല് കൊണ്ടുവന്ന് അവതരിപ്പിക്കുവാനുള്ള പ്രാപ്തിയില്ല എന്നുള്ളത് ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു മെസ്സേജാണ്. അതായത് മൂന്നാം മോദി മന്ത്രിസഭ വളരെ വീക്കാണ്. അതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റുള്ള സംഭവങ്ങളെ പറ്റിയൊക്കെ പിന്നീട് പറയാം. അല്ലെങ്കിൽ ഇതേപോലൊരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നിട്ട് അത് ഡിസ്കഷൻ നടത്തി കഴിഞ്ഞിട്ട് അവസാനം ഇത് വേണ്ട എന്ന് വെക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു കമ്മിറ്റിക്ക് വിടുന്നു. അതേപോലെ തന്നെ ലാറ്ററൽ എൻട്രി, അതായത് ജോയിന്റ് സെക്രട്ടറിയും ഡെപ്യൂട്ടി സെക്രട്ടറിയും ഡയറക്ടർമാരായിട്ട് നേരിട്ട് കോർപ്പറേറ്റ്സിന് എടുക്കുന്ന തീരുമാനം നോട്ടിഫൈ ചെയ്യുന്നു, പരസ്യം കൊടുക്കുന്നു, അതിനുശേഷം അതും വിഡ്രോ ചെയ്യുന്നു. ആലോചിച്ച് നോക്കുക, എന്ത് മെസ്സേജാണ് മോദി മന്ത്രിസഭ അതായത് ഇന്ത്യക്കാരന് കൊടുക്കുക. കാരണം എലക്ഷനിൽ വോട്ടിൽ വന്ന് അധികാരത്തിൽ വന്ന മന്ത്രിസഭയാണ്. പഴയ വാജ്പേയി മന്ത്രിസഭ പോലെ അല്ല, എപ്പോഴും താഴെ പോകുന്ന രീതിയിലൊന്നും അല്ല. ക്രിസ്റ്റൽ ക്ലിയർ മെജോറിറ്റി ഉണ്ട്, പക്ഷെ തീരുമാനമെടുക്കാനും വളരെയധികം അമാന്തിച്ചു നിൽക്കുന്നു. ഇതാണ് മെസ്സേജ്. ഇത് അതേപോലെ തന്നെ യോഗി ആദിത്യനാഥിനെതിരെ, അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെ അവിടുത്തെ ഒരു ഉപമുഖ്യമന്ത്രി കലാപം സൃഷ്ടിക്കുന്നു പാർട്ടിക്കകത്തുനിന്ന്, അയാളെ മാറ്റണം. എന്നിട്ട് BJP സെൻട്രൽ ലീഡർഷിപ്പ് പൂർണ്ണമായിട്ടും മൗനമായിട്ടിരിക്കുന്നു. ഇപ്പൊ അത് യോഗിക്കെതിരെ നടന്നിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഈ പറയുന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലും BJP ഭരിക്കുന്നിടത്തൊക്കെ ഈ പ്രശ്നം ഉണ്ടാകും. അതായത് എവിടെയൊക്കെയോ സംഭവങ്ങൾ മിസ്മാച്ച് ചെയ്ത് പോകുന്നു. അതായത് BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പിന് ഈ പാർട്ടിക്കകത്ത് കിടക്കുന്ന ഈ കലാപങ്ങളെ ഒതുക്കുവാൻ സാധിക്കുന്നില്ല. അതായത് ഡിസന്റ് വോയിസ് വരുന്നു. അതായത് മോദിയെ അംഗീകരിക്കാത്തവരുടെ എണ്ണം BJP പാർട്ടിയുടെ നേതൃസ്ഥാനത്തിലോട്ടും വരുന്നു. അതാണ് ഇതിന്റെ സംഭവം. ഇതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത്. RSS മോദിയെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലാറ്ററൽ എൻട്രി വിഷയത്തിൽ RSS സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. നേരത്തെ അവരിത് പറഞ്ഞിരുന്നു, ഇത് മാറ്റണം. അവർക്കിപ്പോൾ താല്പര്യമില്ലാത്ത പല കാര്യങ്ങളിലോട്ടും RSS പൂർണ്ണമായിട്ട് എതിർക്കുകയാണ്. ഇവിടെയാണ് മോദി മന്ത്രിസഭയും മോദിയാണെങ്കിലും ഇത് ചില ബില്ലുകളൊക്കെ കൊണ്ടുവരുന്നതിന് മുമ്പ്, തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷവുമായിട്ട് ശരിക്കും ലൈസൺ നടത്തണം. ഏറ്റവും കഴിവുള്ളയാളെ പാർലമെന്ററി കാര്യ മന്ത്രിയായിട്ട് നിയമിക്കണം. അല്ല വേറെ ഒരു കാരണം. ഇത് 2 പ്രാവശ്യം അധികാരത്തിൽ കയറിയിട്ട് ഇത്ര മാസമേ ആയിട്ടുള്ളൂ. ഇപ്പൊ 2ാമത്തെ പാർലമെന്റ് സെഷനിലാണ് ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത്. രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ല ഇപ്പോഴും. അതാണ് ഇതിന്റെ സംഭവം. കാരണം ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇവിടെ പ്രതിപക്ഷവുമായിട്ടും ചെറിയ ചെറിയ പാർട്ടികളുമായിട്ട് യോജിച്ച് തന്നെ പോകണം. ഇപ്പൊ അവരെ പിന്തുണയ്ക്കുന്ന ജനതാദൾ യുണൈറ്റഡ് ഇതിനെ എതിർക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ബില്ല് വരുന്നതിന് മുമ്പ് അവരുമായിട്ട് ഡിസ്കഷൻ നടത്തിയില്ല? എന്തുകൊണ്ട് ചെറിയ ചെറിയ പാർട്ടികളുമായിട്ട് ഡിസ്കഷൻ നടത്തി ഒരു കോൺഫിഡൻസിൽ എടുക്കാൻ സാധിച്ചില്ല? ഇത് വലിയ ബില്ലൊന്നുമല്ല വന്നേ. ഈ ബ്രോഡ്കാസ്റ്റിംഗ് ബില്ലാണെങ്കിലും വഖഫ് ബില്ലാണെങ്കിലും ചെറിയ മാറ്റങ്ങൾ പറയുന്ന സംഭവങ്ങളേ ഉള്ളൂ. ഇതൊന്നും ബേസിക്കലി നടപ്പിലാക്കാൻ മൂന്നാം മോദി മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞില്ല. ഇത് കഴിയുന്നില്ല എങ്കിൽ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് ഉണ്ട്. ഇനി ഫർദർ പിന്നെ അങ്ങോട്ട് പോകും. ചില സുപ്രധാനമായ ബില്ലുകൾ പാർലമെന്റിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കോൺഫിഡൻസ്, അത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ടെങ്ങനെ പോകാൻ സാധിക്കും?
അതായത് ഇവിടെയൊക്കെ കാര്യമായിട്ട് താളം തെറ്റുന്നു, പാർട്ടിക്കകത്ത് താളം തെറ്റുന്നു, പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടാകുന്നു. യു പി പോലൊരു സ്റ്റേറ്റിനകത്ത് ഇത്രയും സീറ്റുകൾ കിട്ടി അധികാരത്തിൽ കയറിയ യോഗി ആദിത്യനാഥ് മനസ്സിലാക്കണം, അദ്ദേഹം നല്ല പോലെയാണ് യു പി സ്റ്റേറ്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്കെതിരെ കലാപം വരുന്നു. വലിയൊരു വിഭാഗം BJP നേതാക്കള് ഈ കാസ്റ്റ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് മോദിക്കെതിരെ കലാപത്തിൽ എടുക്കുന്നു. മഹാരാഷ്ട്രയിൽ എന്താണ് ഉണ്ടായത്? അവിടെ ഫഡ്നവീസ് എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ പാർട്ടികളെ മുഴുവനും പിളർത്തി ഒരു പരുവത്തിലായി. അവിടെയും പാർട്ടിയുടെ ക്ലച്ചസ് ഇല്ലാതായി മാറി. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ജനങ്ങൾ ഇതൊക്കെ വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അതിശക്തനായ മോദിക്ക് ഇത്രയും ഭൂരിപക്ഷമുണ്ട്, അധികാരത്തിലുണ്ട്, ഇത്രയും സ്റ്റേറ്റുകൾ BJP എല്ലാവരും അനുവദിക്കുന്നവർ ഭരിക്കുന്നു. എന്നിട്ടും ചില ബില്ലുകൾ ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ട് പാസ്സാക്കാൻ കഴിയാതെ അവസാനം വിഡ്രോ ചെയ്യുന്ന രീതിയിലോട്ടും അതേപോലെ ഗവൺമെന്റ് ഓർഡിനൻസ് വിഡ്രോ ചെയ്യുന്ന രീതിയിലോട്ടും പോകുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് തെറ്റുപറ്റിയിട്ടുണ്ട്, കാര്യമായിട്ട് പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഇത് അടിയന്തരമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോയി ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത്, ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത് ശക്തമായ മന്ത്രിസഭയാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു മെസ്സേജാണ് ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ മോദി ഗവൺമെന്റ് ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും ലോകത്തുള്ള ജനങ്ങൾക്കും കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്.